എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 33-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും മുഴുവനായി കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും നമുക്ക് കഥ കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിന്നെ അവിടെ കൂട്ടക്കരച്ചിലായിരുന്നു. മാതാപിതാക്കൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ വിട്ടുപോകുന്ന ഒരു അപൂർവ സംഭവമാണത്. മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര തന്നെ മനക്കരുത്തുള്ളവരാണെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ഒരല്പം വിഷമിക്കും. അതുതന്നെയാണ് ജോസിൻ്റെയും ബേബിയുടെയും കാര്യത്തിലും സംഭവിച്ചത്. വരുന്നതെന്തു തന്നെയാണെങ്കിലും സഹിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ആദ്യത്തെ ഒരു ഞെട്ടലിന് ശേഷം കരഞ്ഞുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് വന്നു. എല്ലാവരോടും വിവരമറിയിച്ചു. കേട്ടവർ കരച്ചിൽ തന്നെ. ഇവരെല്ലാം കരയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകാതെ കരച്ചിലോ ചിരിയോ ഇല്ലാതെ മോളിയുടെ ഒക്കത്തിരിക്കുകയായിരുന്നു അനു. അവൾക്ക് ഒന്നും പിടികിട്ടിയില്ല. സാറാമ്മച്ചി ഉറങ്ങുകയാണെന്നാണ് ഇപ്പോഴും അവളുടെ വിചാരം. ഇവരെല്ലാം എന്തിനാണാവോ ഇങ്ങനെ കരയുന്നത് എന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൾക്ക് കരച്ചിലൊന്നും വരാത്തത്. മരണമെന്നത് തന്നെ എന്താണെന്ന് ആ കുഞ്ഞിന് അറിയില്ലല്ലോ. അന്നത്തെയും പിറ്റേ ദിവസത്തെയും ചടങ്ങുകൾക്ക് വന്നവർക്കും വല്ലാത്ത ദുഃഖം തന്നെയായിരുന്നു. കുട്ടിച്ചൻ മരിച്ചിട്ട് വളരെ കുറച്ച് നാളുകളല്ലേ ആയുള്ളൂ. 5-ൻ്റെ അന്ന് വരെ എല്ലാവർക്കും കുറച്ചൊക്കെ ദുഃഖമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും സാറാമ്മച്ചിയുടെ കാര്യവും എല്ലാവരും ക്രമേണ മറന്നു തുടങ്ങി. ആ കുഞ്ഞു മനസ്സിൽ മാത്രം മാതാപിതാക്കളുടെയും വല്യപ്പൻ്റെയും വല്യമ്മച്ചിയുടെയും ഒക്കെ ചിത്രം മായാതെ കിടന്നു. അതും ഇനി എത്ര നാളെന്ന് ആർക്കറിയാം. വളരെ തിരക്കുള്ള ഒരു യാത്രക്കാരനെ പോലെ കാലം പെട്ടെന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങി. നിരത്തും തട്ടിൽ വർഷങ്ങൾ കുറേ കടന്നുപോയി. ബേബിയും സിനിയും പിള്ളേരും അവിടെ നിന്നും താമസം മാറി. അവർ ഇപ്പോൾ വീട്ടിലേക്ക് വരവ് വളരെ കുറവാണ്. 2-3 മാസം മുമ്പൊരിക്കൽ വന്നിട്ട് പോയതാണ്. അതും എന്തോ അത്യാവശ്യമുണ്ടായിരുന്നതുകൊണ്ട് മാത്രം. കത്രീനാമ്മയ്ക്ക് വീതം കൊടുത്ത സ്ഥലത്തെ റബ്ബർ ടാപ്പ് ചെയ്യിപ്പിക്കുന്നത് ജോസാണ്. അതിൻ്റെ ഷീറ്റ് വിൽക്കുന്നതും പണമെടുക്കുന്നതും എല്ലാം അവൻ തന്നെ. അനുവിനെ സ്കൂളിൽ വിടുന്ന കാര്യം ആലോചിച്ചപ്പോൾ ജോസ് ദേവസ്യാച്ചനോട് പറഞ്ഞതാണ് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് സ്കൂളിൽ വിട്ടുകൊള്ളാൻ. എന്നാൽ അയാൾ അതിന് തയ്യാറായില്ല. അയാൾക്ക് 2 കുട്ടികളുണ്ട്. അനുവിനേക്കാൾ കുറച്ചുകൂടി ഇളയത്. അവരുടെ കാര്യം തന്നെ നോക്കാൻ അവൻ്റെ ഭാര്യയ്ക്ക് സമയം കിട്ടുന്നില്ല. പിന്നെയല്ലേ മറ്റൊരു കുട്ടിയെ കൂടി നോക്കേണ്ടത്. അവർ കൊണ്ടുപോകുന്നില്ല എന്നറിഞ്ഞതോടെ മോളിക്ക് അനുവിനോടുള്ള ദേഷ്യം അല്പം കൂടി. മോളിക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നു. 6 മാസം പ്രായമുള്ള അരുൺ എന്ന മിടുക്കൻ ആൺകുട്ടി. അനുവിന് അവനെ വലിയ ഇഷ്ടമാണ്. അവന് അനുവിനെയും. കാര്യമായ വിഷമങ്ങളൊന്നും ഇല്ലാതെ അനുവിൻ്റെ ജീവിതവും മുന്നോട്ട് പോവുകയായിരുന്നു. അവളെ സ്കൂളിൽ വിടേണ്ട കാലമായതുകൊണ്ട് 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തു. അനു ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. മോളിക്ക് അനുവിനോടുള്ള മനസ്ഥിതിയിൽ കാര്യമായി മാറ്റങ്ങൾ വന്നു തുടങ്ങി. സ്കൂളിൽ നിന്ന് വന്നാൽ അനുവിനെ കൊണ്ട് ചെറിയ ചെറിയ പണികൾ എടുപ്പിക്കുന്നത് മോളിയുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. ആദ്യകാലത്തൊക്കെ അരുണിൻ്റെ അടുത്തിരിക്കുന്ന പണി മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അത് അവൾക്ക് വളരെ സന്തോഷവുമായിരുന്നു. എന്നാൽ ഓരോരോ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്തോറും കൂടുതൽ കഠിനമായ ജോലികൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ജോസ് ഈ വിവരങ്ങളൊന്നും അറിഞ്ഞതേയില്ല. മോളിയോ അനുവോ ജോസിനോട് പറഞ്ഞിട്ടുമില്ല. ഒരു ദിവസം പാത്രങ്ങൾ കഴുകിക്കൊണ്ട് തിരിച്ചു വന്നപ്പോൾ അനുവിൻ്റെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി. മാത്രവുമല്ല അതിൻ്റെ ഒരു ചെറിയ കഷ്ണം തെറിച്ച് ചെന്ന് മുട്ടിന്മേൽ നടന്ന് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന അരുണിൻ്റെ കാലിൽ തറച്ചു കയറുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് വന്ന മോളിക്ക് സഹിച്ചില്ല. അവൾ കലിപ്പു തീരുവോളം ആ കുഞ്ഞിനെ തല്ലി. കുഞ്ഞാണെന്നൊന്നും അവൾ അപ്പോൾ വിചാരിച്ചില്ല. വലിയ വായിലെ കരച്ചിൽ കേട്ടാണ്
ഭവന സന്ദർശനത്തായി വന്നിരുന്ന 2 സിസ്റ്റർമാർ വീടിനുള്ളിലേക്ക് കയറി വന്നത്. എന്തു പറ്റി? വലിയ കരച്ചിലും ബഹളവുമൊക്കെയാണല്ലോ. അനു ആണോ കരയുന്നത്? മോളിക്ക് ദേഷ്യം ശമിച്ചിരുന്നില്ല. തല്ലുക മാത്രമല്ല, കൊല്ലുകയായിരുന്നു വേണ്ടത്. ഇവളുടെ ഗുണവധിയാരം കൊണ്ടാണ് അപ്പനും അമ്മയും കൊച്ചിലെ തന്നെ ഇട്ടിട്ട് പോയത്. ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ പറഞ്ഞാൽ ഇവിടെയുള്ളവൻ കേൾക്കുകയില്ല. എൻ്റെ കൊച്ചിൻ്റെ കാലിലേക്കാണ് ഗ്ലാസ് ഇട്ട് പൊട്ടിച്ചത്. അത്രയും ചെറിയൊരു കുഞ്ഞ് മനഃപൂർവ്വം പൊട്ടിച്ചതായിരിക്കുമോ മോളി? അതിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതായിരിക്കും. അതിന് മനഃപൂർവ്വമാണെന്ന് പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? എനിക്ക് എൻ്റേതായ ശരിയും തെറ്റും ഉണ്ട്. ഞാനതിന് ന്യായം നോക്കുന്നില്ല. എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ മാത്രമേ സമയമുള്ളൂ. വേറെ ആരുടെയും പിള്ളേരുടെ കാര്യം നോക്കാനൊന്നും എനിക്ക് നേരമില്ല. അങ്ങനെ നിർബന്ധിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിരിക്കും. ഇതിനൊക്കെ ചോദിക്കാൻ ഈ നാട്ടിൽ നിയമമുണ്ട്. കുറേ കാലങ്ങളോളം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇത്തരം വിവരങ്ങളെല്ലാം അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചാൽ തീർച്ചയായും മോളി കുടുങ്ങും. അതിനെപ്പറ്റി ഒന്നും ഇവർക്ക് ബോധമില്ലാഞ്ഞിട്ടായിരിക്കും ഇത്തരം പീഡനങ്ങൾ ചെയ്യുന്നത്, സിസ്റ്റർമാർ അവളോട് പറഞ്ഞു. ഈ വഴിയേ പോകുന്ന ആരെങ്കിലും വെറുതെ ഒരു പരാതി എഴുതി കൊടുത്താൽ മതി. ഇപ്പോൾ അന്വേഷണത്തിന് വന്ന് നോക്കിയാൽ ആ കുഞ്ഞിൻ്റെ കാല് കണ്ടാൽ അറിയാം നിങ്ങളവരെ മർദ്ദിച്ചതിൻ്റെ തെളിവുകൾ. ഒരു 5-6 കൊല്ലമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അതുകൊണ്ട് അടങ്ങി നിന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങൾ ഏതായാലും പരാതി കൊടുക്കാനൊന്നും പോകുന്നില്ല. അവർ പരാതി കൊടുത്തില്ലെങ്കിലും ഇടവകയിലെ വികാരി അച്ഛനോട് പോയി പറഞ്ഞു. തികച്ചും അന്യായമാണ് അവർ ചെയ്യുന്നത് എന്ന് കണ്ടതുകൊണ്ടാണ് അവരത് പള്ളിയിലെ വികാരി അച്ഛനെ കണ്ട് പറഞ്ഞത്. അച്ഛനത് കാര്യമായിട്ട് തന്നെ എടുത്തു. ജോസിനെയും മോളിയെയും വിളിപ്പിച്ചു. മോളി വളരെ ശക്തമായി തന്നെ അച്ഛൻ്റെ മുമ്പിലും വാദിച്ചു. അവളുടെ ഭാഗം ശരിയാണ്. അനു മനഃപൂർവ്വമാണ് പാത്രം പൊട്ടിച്ചത് എന്നാണ് അവൾ പറയുന്നത്. അപ്പോഴത്തെ ദേഷ്യത്തിന് അടിച്ചതാണെന്നും ഇനിയൊരു സാഹചര്യം അതുപോലെ വന്നാൽ ഇനിയും അങ്ങനെ തന്നെ ചെയ്യും എന്ന് തീർത്തു പറഞ്ഞു. ജോസ് കുറെ കൂടി സമാധാനമായി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും മോളി തീരെ വിട്ടുകൊടുത്തില്ല. ആ കൊച്ചിൻ്റെ അപ്പൻ്റെ വീടുമുണ്ടല്ലോ, അവർക്കും നോക്കിക്കൂടെ? പിന്നെ ഞാൻ മാത്രം നോക്കണം എന്ന് പറഞ്ഞാൽ അതിലെന്ത് ന്യായമാണുള്ളത്? എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് എൻ്റെ പിള്ളേരുടെ കാര്യം നോക്കണം. എല്ലാവരുടെയും കാര്യം നോക്കുന്നത് സർവശക്തനായ ദൈവം തന്നെയാണ് മോളി. നീ ശ്രദ്ധിക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല അരുണിനൊന്നും യാതൊരു അപകടവും വരാതിരിക്കുന്നത്. അതിന് കരുതലുള്ള ഒരു തമ്പുരാൻ നമുക്കുള്ളതുകൊണ്ടാണ്. തമ്പുരാന് നിരക്കാത്തതൊന്നും പറയരുത്, പ്രവർത്തിക്കരുത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ദോഷം നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ആയി ലഭിക്കുകയും ചെയ്യും. അപ്പോഴത്തെ തൻ്റെ ഇടത്തിനും ദേഷ്യത്തിനും മോളി പറഞ്ഞു, അത് വന്നോട്ടെ, ഞങ്ങളും ഞങ്ങളുടെ മക്കളുമായി സഹിച്ചോളാം. അച്ഛൻ സഹിക്കാൻ വരണ്ട. ഈ കാര്യത്തിൽ പറയാൻ വേണ്ടി ഇനി എന്നെ വിളിപ്പിച്ചേക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കെട്ടിയോനോട് പറഞ്ഞയച്ചാൽ മതി. അയാൾ വരുമ്പോൾ എന്നോട് പറഞ്ഞുകൊള്ളും. അവൾ ചാടിത്തുള്ളി ഇറങ്ങിപ്പോയി. നിന്റെ തീരുമാനം പറ ജോസേ. നീയല്ലേ ആ പെണ്ണിൻ്റെ വീതത്തിലുള്ള സ്ഥലത്തെ ആദായമൊക്കെ എടുക്കുന്നത്? ആ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഷീറ്റിൻ്റെ പണം വേണ്ടി വരുന്നുണ്ടോ ഈ കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കാനും അതിന് ഭക്ഷണം കൊടുക്കാനും? അതിന് മാത്രം വേണ്ടി വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അവളെക്കൊണ്ട് ലാഭമല്ലേ ഉള്ളത്? എന്നിട്ടും അവളെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോരാഞ്ഞിട്ട് ക്രൂരമായി ശിക്ഷിക്കുക കൂടി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല. അവൾ അംഗീകരിക്കുകയുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവം അവൾക്ക് ആകെ മാറിപ്പോയി. എന്ത് പറ്റിയെന്നറിയില്ല. കുടുംബസമാധാനമാണ് എനിക്ക് പ്രധാനം എന്നതുകൊണ്ട് അതിനെ പറ്റിയൊരു തീരുമാനം അച്ഛൻ പറ, ഞാൻ അംഗീകരിക്കാം. അങ്ങനെ ഞാനൊരു തീരുമാനം പറഞ്ഞാൽ നീ അത് അംഗീകരിക്കേണ്ടി വരും. അനുവിനെ നോക്കാൻ നിങ്ങൾക്കാർക്കും കഴിയില്ലെങ്കിൽ കോൺവെൻറ്റിൻ്റെ അനാഥാലയമുണ്ട്, അവിടെ കൊണ്ടുപോയി വിട്ടേക്കാം. അവിടെയാണെങ്കിലും അവൾക്ക് വെറുതെ നിൽക്കേണ്ടി വരില്ല. നിങ്ങളുടെ അപ്പൻ അവളുടെ അമ്മയ്ക്ക് കൊടുത്ത 3 ഏക്കർ റബ്ബർ തോട്ടത്തിൻ്റെ അവകാശം അനാഥാലയത്തിന് എഴുതി കൊടുക്കണം. അത് കേട്ടപ്പോൾ ജോസിന് ആകെ വിഷമമായി. ഇപ്പോഴാ വീട്ടിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയിലധികവും ആ 3 ഏക്കർ റബ്ബറിൽ നിന്നുമാണ്.
അത് പോയി കഴിഞ്ഞാൽ വലിയ വിഷമമാകും. പക്ഷേ ഇതൊന്നും മോളിയുടെ ചെവിയിലേക്ക് ചെല്ലില്ല. ഇനി കുറച്ചുനാൾ അവിടെ നിർത്താൻ ബേബിയോട് പറഞ്ഞാൽ അവനും ഒട്ടും സമ്മതിക്കില്ല. എന്തു ചെയ്യും? ആകെ വിഷമത്തിലായല്ലോ. ഞാൻ ഒന്നുകൂടി മോളിയുമായിട്ട് ആലോചിച്ചിട്ട് വന്ന് തീരുമാനം പറയാം. അതുപോരെ? മതി. പക്ഷെ ഒരു കാര്യം, ഇന്ന് ശിക്ഷിച്ചതുപോലെ ആ കുഞ്ഞിനെ ശിക്ഷിച്ചാൽ കുട്ടികളുടെ അവകാശത്തിന് വേണ്ടിയുള്ള കമ്മീഷനിൽ ഞാൻ പരാതി കൊടുക്കും. നിങ്ങൾ രണ്ടുപേരും കോടതി കയറേണ്ടി വരികയും ചെയ്യും. ശിക്ഷിച്ചാൽ അവർക്ക് 5 വർഷത്തിൽ കുറയാതെയുള്ള ശിക്ഷയും കിട്ടും. ഓർത്താൽ വളരെ നല്ലത്. ചെകുത്താനും കടലിനും മധ്യത്തിൽപ്പെട്ട അവസ്ഥയിലായി ജോസ്. അയാൾ ഇനി എന്തു ചെയ്യുമായിരിക്കും? നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. അടുത്ത പാർട്ട് നാളെ തന്നെ വരുന്നു. കൃത്യം ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ.